വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കേരളത്തിലെ എക്കാലത്തെയും ചരിത്ര ദുരന്തങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് വയനാട് മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തുണ്ടായിരിക്കുന്ന ഉരുൾപൊട്ടൽ. അപ്പോൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായൊരു വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കും ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വീഡിയോയ്ക്ക് തമ്മിൽ വളരെ വലിയൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ എല്ലാവരും കാണേണ്ടതാണ്. അതിൻ്റെ ലിങ്ക് ഞാനിതാ ഇവിടെ കാണുന്ന ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ തമ്പുനെയിലായിട്ടും വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ ഓപ്പൺ ചെയ്യാം. തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ ആ പ്രദേശത്തിൽ രക്ഷപ്പെട്ടവരോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അവിടെ ഈ ഉരുൾപൊട്ടലിലൊന്നും ബാധിക്കാത്ത വീടുകളുണ്ട്. അതേപോലെ അതിൽ നിന്ന് രക്ഷപ്പെട്ട, ഇതിൽ പെടുകയെ ചെയ്യാതെ രക്ഷപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ അതിൽ ഒരാൾ അവിടെ താമസിക്കുന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ ആ പ്രസക്തമായ ഭാഗം ഞാനിപ്പോൾ ഒന്ന് കാണിക്കാം. അതിനുശേഷം എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് നോക്കാം. ഈ ഉരുൾപൊട്ടി വലിയ ജലപ്രവാഹം വന്ന സ്ഥലത്തിന് തൊട്ട് മുന്നേ ആയി ഉള്ളൊരു വീടാണിത്. അപ്പം ഇവരുടെ വീടിൻ്റെ പുറകിലൂടെയാണ് അത്രയും വലിയ പ്രളയ ജലം, ഉരുൾപൊട്ടിയ ജലം പോയത്. പക്ഷേ ഈ വീടിൻ്റെ മുകളിൽ കയറി സേഫായി നിന്നുകൊണ്ടാണ് ഈ കുടുംബം രക്ഷപ്പെട്ടത്. അപ്പോൾ ഇവർക്ക് അപ്പോൾ ഈ വീടിൻ്റെ ആ പരിസരത്തൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ആ ഒഴുകി വന്ന മണ്ണും വെള്ളവും ഒക്കെ അവിടെ തളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ പുറകു വശത്തോടെയാണ് ആ മണ്ണൊലിപ്പും ആ വന്ന ജലവും ഒക്കെ ഒഴുകിപ്പോയിരിക്കുന്നത്. അതായത് ആ ഉരുൾപൊട്ടൽ ഒഴുകിപ്പോയിരിക്കുന്നത്. അപ്പോൾ ഈ വീടിനത് ബാധിച്ചിട്ടില്ല. ഇവർ ആ വീടിൻ്റെ മുകൾ വശത്തൊക്കെ കയറി നിന്നതുകൊണ്ടൊക്കെയാണ് രക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത്. ഇവർ മാത്രമല്ല, ആ പ്രദേശത്ത് ഈ വീടിൻ്റെ ആ പരിസരത്ത് വരുന്ന ആ പ്രദേശത്തുള്ള വീടുകളിലൊക്കെ ആളുകൾ വീടിൻ്റെ മുകളിലൊക്കെ കയറി നിന്നതുകൊണ്ടൊക്കെയാണ് രക്ഷപ്പെട്ടത് എന്നാണ് ഈ വീഡിയോയിൽ ഉടനീളം പറയുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ചില ഭാഗങ്ങളെ കാണിക്കുന്നുള്ളൂ. ഇനി ഇദ്ദേഹം എന്താണ് അടുത്തതായി പറയാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതൊന്നും നമുക്ക് നോക്കാം. സ്കൂൾ ഭാഗമാണ് മൊത്തം ബോഡിയൊക്കെ പോയത്. സ്കൂൾ ഭാഗം തന്നെ. സ്കൂൾ ഭാഗം ഈ കാപ്പിക്കാട് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് നിന്നാണ് എല്ലാം പോയത്. അത് സൗണ്ട് എന്ന് പറയുന്നത് ഒരു ബോംബ് പൊട്ടുന്ന പോലെ ഒരു നമ്മളെ ഫ്ലൈറ്റൊക്കെ പിന്നെ പൊങ്ങാൻ നേരം ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. അതേ സൗണ്ട്, എമ്മാതിരി സൗണ്ടായിരുന്നു അറിയാം. ഭയങ്കരമായിരുന്നു. ഇനി ഈ പ്രദേശം വിട്ടു പോകണമെന്നൊരു തോന്നലുണ്ടോ? ഞങ്ങൾ പോയിട്ട് മറ്റൊരു മാർഗങ്ങളില്ല. അതുകൊണ്ട് പോകാൻ കഴിയില്ല. എന്താ വെച്ചാൽ ഞങ്ങൾ ഇത് വിറ്റിട്ട് ഇത് ഒരാൾ എടുക്കൂല. ഇനിയിപ്പോൾ ഇവിടുന്ന് താമസിച്ചിട്ട് മറ്റൊരു വീട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ വാടക വീട്ടിൽ പോകണ്ടേ. ഇപ്പം എല്ലാവരും പുത്തുമലൊക്കെ പോയപ്പോൾ വാടക വീട്ടിൽ പോകണ്ടേ. വാടക വീട്ടിൽ പോകാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇതൊക്കെ അന്നൊക്കെ ആകുമ്പോൾ രക്ഷപ്പെട്ടു എന്നറിയാം. ഭാഗ്യം. അല്ലെങ്കിൽ ഇല്ല. അല്ലെങ്കിൽ ആ വെള്ളം എന്ന് പറഞ്ഞാൽ പൊന്തുക, അടിയൊഴുക്കാണ്, ഭയങ്കര ഒഴുക്കുക. ആർക്കും പിടിച്ചിക്കാൻ കഴിയില്ല. ആരെയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ജാതി വെള്ളമല്ലേ വരുന്നത്. എത്ര വേദനാജനകമായ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഫ്ലൈറ്റ് പൊങ്ങാൻ സമയത്തുണ്ടാകുന്ന പോലത്തെ ശബ്ദം അതാണ് ഉണ്ടായതെന്ന് പറയുന്നു. വെള്ളം അങ്ങനെ പൊങ്ങി പൊങ്ങി വരികയാണെന്ന് പറയുന്നു. ഒന്നാമത്തെ കാര്യം, ഇത് സംഭവിച്ച സമയത്ത് അവിടെ മൊത്തം ഇരുട്ടാണ്. ആ ഇരുട്ടിലും അവർ കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പാവം എത്രത്തോളം ഭയന്നിട്ടുണ്ട് എന്നുള്ളത് ഈ വീഡിയോയിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ അദ്ദേഹം പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ പുനരധിവാസത്തെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞ പ്രസക്തമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാണിച്ചത്. അദ്ദേഹം പറയുന്നത്, ഇവിടെ നിന്ന് ഇനി നിങ്ങൾ മാറുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അതിന് സാധിക്കില്ല. കാരണം ഇനി വേറൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഈ സ്ഥലമൊന്നും ആരും വാങ്ങില്ലല്ലോ. കാരണം ഇങ്ങനെ ഉരുൾപൊട്ടലുണ്ടായ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആരും ഈ സ്ഥലമൊന്നും ഈ വീടൊന്നും മേടിക്കില്ല. അപ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് തന്നെ വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം മാത്രമല്ല, അവിടെ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നവരുടെ പലരുടെയും അവസ്ഥ, അവരുടെ മാനസികാവസ്ഥ ഇത് തന്നെയാണ്. കാരണം അവിടെ അവർ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്. അതുപോലെ വലിയ വീടുകളൊക്കെ കെട്ടിയുള്ള പണമൊക്കെ മുടക്കി അന്ന് പണ്ട് വീടൊക്കെ കെട്ടി അവിടെ ജീവിക്കുകയാണ്. ഇനി അവർക്ക് പുതിയൊരു വീടൊക്കെ വെക്കാനുള്ള കഴിവില്ല. അതുമാത്രമല്ല, ഇത് വിറ്റിട്ട് പോകണമെങ്കിൽ മറ്റൊരാൾ അത് വാങ്ങുകയും ഇല്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക.
അപ്പം ഞാൻ നേരത്തെ ആദ്യം ചെയ്ത വീഡിയോയിൽ ഇതിൻ്റെ കാരണം എന്താണ്, ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് അതിൻ്റെ ഈ അറ്റ്മോസ്ഫറിക് റഡാർ റിസർച്ചിൻ്റെ ഡയറക്ടറായ ഡോക്ടർ എസ് അഭിലാഷ് പറയുന്നതും അതേപോലെ മാധവ് ഗാഡ്ഗിലൊക്കെ പറയുന്നതൊക്കെ ആ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖല തന്നെയാണ് എന്നാണ് അവരൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും അവിടെ വൈകാതെ തന്നെ ചിലപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ കേരളത്തിൻ്റെ മൊത്തം പ്രാർത്ഥനയും അവർക്കായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും ശാസ്ത്രീയമായ പഠനങ്ങളെ നമുക്കങ്ങനെ തള്ളിക്കളയാനാവില്ലല്ലോ. ഇപ്പോൾ പുത്തുമലയിൽ 2019 ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ആ സ്പോട്ടിൽ നിന്ന് ഒരു 3 കിലോമീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഉരുൾപൊട്ടലിൻ്റെ ആ മേഖലയ്ക്ക് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആ മേഖല മൊത്തം തന്നെ ഇതുപോലെ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള സ്ഥലമാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭവനത്തിൻ്റെ അതുകൂടെ ആ ഉരുൾപൊട്ടലിൻ്റെ ആ വെള്ളമൊന്നും പോകാത്തത് കൊണ്ട് ഇദ്ദേഹം രക്ഷപ്പെട്ടു. അതേപോലെ മറ്റുള്ളവരും അവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള ഉരുൾപൊട്ടൽ ഈ ദിശയിൽ കൂടെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭവനം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭവനം ആ ദിശയിൽ കൂടെയൊക്കെ ആയിരിക്കാം ആ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യത. അങ്ങനെ ഉണ്ടാകരുത് എന്നാണ് എൻ്റെയും പ്രാർത്ഥന. പക്ഷേ ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതേപോലെ ഇപ്പം 400 പേരോളം മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇതേപോലത്തെ ഒരു ദുരന്തം കേരളത്തിന് എന്നേക്കും ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇവർക്ക് അവിടെ നിന്ന് മാറാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ്. അതായത് ഒരുപാട് പേർ ഇവർക്ക് വേണ്ടി ധനസഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ അഥവാ ബോച്ചെ. അദ്ദേഹത്തിൻ്റെ 1000 ഏക്കർ സേഫായ സ്ഥലമാണ്. അവിടെ 100 കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള സ്ഥലം നൽകാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ കർണാടക സർക്കാരും കുറേ 100ഓളം വീടുകൾ വെച്ച് കൊടുക്കാമെന്നുള്ള ഒരു ന്യൂസൊക്കെ ഇപ്പോൾ അടുത്ത് ഞാൻ കണ്ടു. അതേപോലെ നമ്മുടെ പ്രിയ താരം മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷനിലൂടെ 3 കോടി രൂപയോളം അവിടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് ചെലവഴിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സിനിമാ താരങ്ങൾ തമിഴിലും അതുപോലെ മലയാളത്തിലും ഒക്കെയുള്ള സിനിമാ താരങ്ങളും അവർ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അവരുടെ സംഭാവനകൾ ഇപ്പോൾ തന്നെ നൽകി കഴിഞ്ഞു. ഇനിയും ഒരുപാട് സംഭാവനകൾ അതിലേക്ക് വരാനുണ്ട്. കൂടാതെ പ്രവാസി മലയാളികളും അവിടെ പലർക്കും വീട് വെച്ച് നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് വീടുകൾ വെച്ച് നൽകാമെന്നും വീടിനുള്ള സ്ഥലം നൽകാമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഇവർക്കൊക്കെ അവിടെ വീടുകൾക്ക് വേണമെങ്കിൽ ഇതിനായിട്ട് ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇവർക്കൊക്കെ അവിടെ വീടോ അല്ലെങ്കിൽ വീടിനുള്ള സ്ഥലമോ ലഭിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഭാവിയിൽ ഇവർക്ക് ഒന്നുമില്ലെങ്കിൽ സ്ഥലം ലഭിച്ചാൽ തന്നെ മതി, പിന്നീട് അവർക്ക് വീട് വെക്കാമല്ലോ. അങ്ങനെ ഒരു സേഫ്റ്റിക്ക് ഭാവിയിൽ ഇതേപോലത്തെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതിരിക്കാനായിട്ട് അത്തരം ധനസഹായങ്ങൾ അത്തരം സഹായങ്ങളെ ഇവർ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്കൊക്കെ ഇവിടെ നിന്ന് മാറി താമസിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. നിങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ അവിടെ കൃഷിയിലൂടെയാണ് പ്രധാനമായിട്ടും ഉപജീവന മാർഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് കൃഷിയൊക്കെ ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഞങ്ങൾക്കില്ലല്ലോ, വേറൊരു സ്ഥലത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. അതേപോലെ നിങ്ങളുടെ ആ പ്രദേശത്തെ വിട്ടുപോകാനുള്ള മടി പലർക്കും ഇപ്പോഴും ഉണ്ട്. ഇത്രയും വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായതിന് ശേഷവും ഇപ്പോഴും പലർക്കും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ജീവനാണ്. അത് സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ സേഫായ ഭാഗത്തേക്ക് മാറേണ്ടത് അനിവാര്യമാണ്. ഇനി അവിടെ തന്നെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ സർക്കാർ തീർച്ചയായിട്ടും അതിനുള്ള പദ്ധതികൾ ആലോചിക്കുന്നുണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊന്നും അതിലേക്ക് കടക്കുന്നില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. കാരണം അത് ലാൻഡ് സ്ലൈഡിന് ഹൈലി പോസിബിളായ ഒരു മേഖലയാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ഈ മുണ്ടക്കൈ ചൂരൽമല ആ പ്രദേശം എന്നുള്ളതാണ് ആ ഒരു കാലാവസ്ഥ നിരീക്ഷകരൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. വീണ്ടും യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.